നോക്കുക, 91 മുതൽ 109 വരെയുള്ള സംഖ്യകളെ വളരെ വേഗത്തിൽ ഗുണിക്കുവാനായിട്ട് ഉള്ള മാർഗ്ഗങ്ങളാണ് പറഞ്ഞു തരുന്നത്. ഇത് വളരെ വേഗത്തിൽ എളുപ്പത്തിൽ നമുക്ക് ഈ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ഈ 101നെ 102 കൊണ്ട് എഴുതി മൾട്ടിപ്ലൈ ചെയ്താൽ എങ്ങനെയായാലും ഒരു 1-1.5-2 മിനിറ്റ് സമയമെടുക്കും. പക്ഷേ ഇവിടെ വളരെ സെക്കൻഡുകൾക്കുള്ളിൽ നമുക്ക് ഇവയുടെ എല്ലാം ആൻസർ കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ് ഈ ഷോർട്ട് കട്ടിൻ്റെ മെച്ചം എന്ന് പറയുന്നത്. ഒന്നാമത്തെ നോക്കാം, 101 × 102. നിങ്ങൾ നോക്കിയാൽ കാണാം, ഇവയെല്ലാം 100നോട് അടുത്തുള്ള സംഖ്യകളാണ് അല്ലേ. 100നേക്കാൾ ഒരല്പം കൂടുതലോ ഒരല്പം കുറവോ ആയ നമ്പറുകളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, 101 × 102. ഇത് കാണുവാനായിട്ട് ഒന്നുമില്ല, ഈ തന്നിരിക്കുന്ന 1ഉം ഈ 2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 2 എന്ന് പറയുന്നത് 2. നമ്മളെപ്പോഴും എഴുതുമ്പോൾ 2 ഡിജിറ്റുകൾ വേണം. അപ്പോൾ ഇവിടെ 2 ഉള്ളൂ, നമുക്കൊരു 0 ചേർത്ത് 02 എന്ന് എഴുതാം. ഇത് നോക്കേണ്ടത് ഈ 101ൻ്റെ കൂടെ ഈ 2 കൂട്ടുക, എത്ര കിട്ടും? 103 കിട്ടും. അല്ലെങ്കിൽ ഈ 102ൻ്റെ കൂടെ 1 കൂട്ടുക. എങ്ങനെ കൂട്ടിയാൽ നമുക്ക് 103 കിട്ടും. അതായത് 10302 എന്നാണ് നമ്മുടെ ആൻസർ കിട്ടുന്നത്. ഓക്കെ അല്ലേ? രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോയാലോ, 104 × 105. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? 4ഉം 5ഉം കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. നമ്മൾ 4 5 20 എന്നെഴുതും. പിന്നെ ഈ 104ൻ്റെ കൂടെ ഈ 5 കൂട്ടും. 104ഉം 5ഉം കൂടെ കൂട്ടുമ്പോൾ 109. 10920 എന്ന് നമുക്ക് കിട്ടും അല്ലേ. ഇതൊക്കെ 108 × 109. ഇപ്പം കാര്യങ്ങളൊക്കെ ഏറെക്കുറെ ഐഡിയ കിട്ടി, മനസ്സിലായിട്ടുണ്ട്. ഇവിടെ നമ്മൾ 9ഉം 8ഉം കൂടെ മൾട്ടിപ്ലൈ, 9 8 എന്ന് പറയുന്നത് എത്രയാണ്? 72 അല്ലേ. ഇനി 108ൻ്റെ കൂടെ 9 കൂട്ടിയാൽ 117 എന്ന് കിട്ടും അല്ലേ. 9 8 17 അല്ലേ. അപ്പോൾ 117, അതായത് 11,772 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം. ഇവിടെ നമുക്ക് അല്പം ചേഞ്ച് ഉണ്ട്. ഇത് 98 × 94. ഇവിടെ എല്ലാം നമ്മൾ കണ്ട 100ന് മുകളിലുള്ള നമ്പറായിരുന്നു. അത് വളരെ വേഗത്തിൽ നമുക്ക് ചെയ്യാം. ഇത് അല്പം കൂടെ വർക്കുണ്ട്. എന്താണ്? ഇത് 100ൽ താഴെയുള്ള നമ്പർ ആയതുകൊണ്ട് ഇവിടെ എത്ര കുറവാണെന്ന് നോക്കാം. 98നേക്കാൾ എത്ര കുറവാണ്? 2 കുറവാണ്. നമുക്ക് -2 എന്ന് എഴുതാം. ഈ 94 എന്ന് പറയുന്നത് 100നേക്കാൾ എത്ര കുറവാണ്? 6 കുറവാണ്. അപ്പോൾ നമുക്ക് -6 എന്ന് എഴുതാം. ഇനി ഈ -2ഉം 6ഉം കൂടെയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഈ 8ഉം 4ഉം കൂടെ ചെയ്യരുത്. അത് നമ്മൾ 100ന് മുകളിലുള്ള നമ്പറുകളാണെങ്കിൽ നമ്മൾ 8ഉം 4ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. ഇവിടെ നമ്മൾ 100ൽ നിന്നും എത്ര കുറവാണെന്ന് നോക്കി എഴുതും. ഇവിടെ 100ൽ നിന്ന് എത്ര കുറവാണെന്ന് നോക്കി എഴുതും. ഇനി ഇവ രണ്ടും കൂടെ, 2ഉം 6ഉം, -2 × -6. -2 × -6 എന്ന് പറയുന്നത് 12 ആണ് അല്ലേ. മൈനസ് ഇൻറ്റു മൈനസ് എന്ന് പറയുന്നത് പ്ലസ് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ -12 എന്ന് എഴുതാം. ഇനി നോക്കുക, ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഈ 98ൽ നിന്ന് ഈ 6 കുറക്കുക. -6 ആയതുകൊണ്ടാണ്. 98ൽ നിന്ന് 6 കുറക്കുക. അല്ലെങ്കിൽ 94ൽ നിന്ന് 2 കുറക്കുക. എങ്ങനെ കുറച്ചാലും നമുക്ക് കിട്ടുന്നത് 92 ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ പോകാം. 93 99. ഇവിടെ 100 കുറവായതുകൊണ്ട് 100 ആകാനായിട്ട് എത്ര വേണം? 7ൻ്റെ കുറവുണ്ട്, -7. ഇവിടെ 100 ആകാനായിട്ട് 1ൻ്റെ കുറവുണ്ട്. ഇവ തമ്മിൽ ഗുണിക്കുമ്പോൾ മൈനസും മൈനസും ഗുണിക്കുമ്പോൾ പ്ലസ് ആകും. 7 1ഉം കൂടെ ഗുണിക്കുമ്പോൾ 7, നമ്മളൊരു 0 കൂടെ ചേർത്ത് 07 എന്ന് എഴുതും. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഈ 93ൽ നിന്ന് 1, ഇത് മൈനസ് ആയതുകൊണ്ടാണ് 93ൽ നിന്ന് 1 കുറക്കുക. അല്ലെങ്കിൽ 99 -7. എങ്ങനെ ചെയ്താലും നമുക്ക് 92 കിട്ടുക. അപ്പോൾ 9202 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. നമുക്ക് ഇനി അടുത്തതിലോട്ട് വരാം. ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം, ഇവിടെ 1 വലുതാണ്, 1 ചെറുതാണ് അല്ലേ. ഇവിടെ എത്ര കൂടുതലുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ 6 കൂടുതലുണ്ട് അല്ലേ. ഇത് +6 എന്ന് തന്നെയാണ് എഴുതുന്നത്. 100ൻ്റെ കൂടെ 6 കൂടുതലല്ലേ. ഇവിടെ 5 കുറവാണ്. അപ്പോൾ നമ്മൾ -5 എന്ന് എഴുതും, 5 കുറവായതുകൊണ്ട്. നമുക്ക് 6ഉം 5ഉം കൂടെ ഗുണിക്കുമ്പോൾ എത്ര കിട്ടും? 30. ഞാൻ ആ 30 ഇവിടെ എഴുതിയാണ്, 30. ഞാൻ ചിഹ്നം എന്തായിരിക്കും? ഇത് പ്ലസും ഇത് മൈനസും ആയതുകൊണ്ട് കിട്ടിയിരിക്കുന്നത് -30 ആണ്. നമ്മളെപ്പോഴും ചെയ്യുക, ഈ കിട്ടിയിരിക്കുന്ന നമ്പർ ഏതാണോ, 30 അല്ലേ, 100ൽ നിന്ന് 30 കുറക്കണം. 100ൽ നിന്ന് 30 കുറക്കുമ്പോൾ 70. ഇത് പ്രത്യേകം ഓർത്തിരിക്കുക. 1 കൂടുതലും 1 കുറവുമാണെങ്കിൽ, 100നേക്കാളും കൂടുതലും 100നേക്കാളും കുറവുള്ള നമ്പറുകൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, കിട്ടുന്ന മൈനസ് ആയിരിക്കും. ഈ കിട്ടുന്ന നമ്പർ 100ൽ നിന്ന് കുറക്കുക. അപ്പോൾ 100ൽ നിന്ന് 30 കുറക്കുമ്പോൾ 70 എന്ന് കിട്ടും. അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഈ 106ൽ നിന്നും -5 ആയതുകൊണ്ട് 5 കുറക്കുക. അപ്പോൾ 101 എന്ന് കിട്ടും. അല്ലെങ്കിൽ ഈ 95ഉം +6, 95 6ഉം കൂടെ കൂട്ടുക. എങ്ങനെ കൂട്ടിയാലും നമുക്ക് കിട്ടുന്നത് 101 ആണ്.
പക്ഷേ ഇവിടെ നമ്മൾ 101 എഴുതത്തില്ല. ഒരു കുറച്ചിട്ട് ഇവിടെ എത്ര എഴുതും? നമ്മൾ 100 എഴുതുക. ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഈ 100-ൽ കൂടിയ നമ്പർ 100 കുറഞ്ഞ നമ്പറുകളും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു കാര്യങ്ങൾ വരുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടാകണം. ഓക്കെ, നമുക്ക് ഇതിവിടെ ഒരു നമ്പർ ഇവിടെ നോക്കാം. ഇവിടെ 108 എത്ര കൂടുതലാണ്? 8 കൂടുതൽ. അപ്പോൾ +8 എന്ന് തന്നെ എഴുതാം. ഇവിടെ എത്ര കുറവാണ്? 7 കുറവ്. നമുക്ക് -7 എന്ന് എഴുതാം. 8ഉം 7ഉം എത്ര കിട്ടും? ഞാൻ ഇവിടെ എഴുതാം. 8ഉം 7ഉം 56. അത് ചിഹ്നം കൊണ്ട് എഴുതണം. പ്ലസിൻ്റെ മൈനസ് എന്ന് പറയുന്നത് മൈനസാണ്. -56 കിട്ടും. നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ നമ്പർ 100-ൽ നിന്ന് കുറക്കണം. 100-ൽ നിന്ന് 56 കുറച്ചാൽ എത്ര കിട്ടും? നമുക്ക് 44 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അടുത്ത സ്റ്റെപ്പ് എന്താണ്? 108-ൽ നിന്നും 7 കുറക്കുക. 108-ൽ നിന്ന് 7 കുറച്ചാൽ നമുക്ക് 101 കിട്ടും. അല്ലെങ്കിൽ ഈ 93ഉം 8ഉം കൂടെ കൂട്ടുക. 93 8ഉം എങ്ങനെ ചെയ്താലും നമുക്ക് കിട്ടുന്ന 101 ആയിരിക്കും. ഇവിടെ 101 നമ്മൾ എഴുതത്തില്ല. ഇവിടുന്ന് 1 കുറക്കും. അപ്പോൾ 100 നമുക്ക് 10,044 എന്ന് നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ നമ്മൾ 100-നോട് ചേർന്ന് വരുന്ന സംഖ്യകളാണ് നമ്മൾ ചെയ്തത്. 100-നേക്കാൾ കൂടിയ നമ്പറുകളുണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ വളരെ എളുപ്പമാണ്. 100-നേക്കാൾ കുറഞ്ഞ നമ്പറുകളുണ്ടാണെങ്കിൽ നമ്മൾ ആ കുറവ് എത്രയാണെന്ന് എഴുതും. അപ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ഇതൊക്കെയാണ് നമ്മൾ എഴുതുക. ഇനി 100-ൽ കൂടുതൽ 100-ൽ കുറവുമാണെങ്കിൽ ഈ രീതിയിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് മൈനസായിട്ട് ഇവിടെ എഴുതിയിട്ട് അത് 100-ൽ നിന്ന് കുറച്ച് നമ്മൾ ഇവിടെ എഴുതിയിട്ട് അടുത്ത സ്റ്റെപ്പായി 106 5 കുറച്ച് 101 കിട്ടും. പക്ഷെ 101 എഴുതാതെ അതിൽ നിന്ന് 1 കുറച്ച് 100 നമ്മൾ എഴുതും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 100-നോട് അടുത്തുള്ള സംഖ്യകൾ വളരെ വേഗത്തിൽ നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിച്ചു, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കുറച്ചുകൂടെ കൂടുതൽ ക്വസ്റ്റ്യൻസ് എഴുതി നിങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കണക്കുകൾ ചെയ്യാൻ പറ്റും. പലപ്പോഴും ഇതേപോലെ 100-നോടും 50-നോടും ഒക്കെ ചേർന്ന് വരുന്ന സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ഇതേ രീതിയിൽ നമ്മുടെ ട്രഡീഷണൽ രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. ഇതേപോലെയുള്ള ട്രിക്സും ഷോർട്ട് കട്ടൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.